നമസ്കാരം. മലയാളത്തിലെ ഏറ്റവും മികച്ച കോമഡി സിനിമകൾ സമ്മാനിച്ച കൂട്ടുകെട്ടായിരുന്നു റാഫി മെക്കാർട്ടിൻ. ജനപ്രിയ നായകൻ എന്ന പരിവേഷത്തിലേക്ക് ദിലീപിനെ കൊണ്ടുപോയതിൽ കൂടുതൽ പങ്കുവഹിച്ചതും ഈ കൂട്ടുകെട്ടിലെ ചിത്രങ്ങളായിരുന്നു. അത്തരത്തിൽ മലയാളത്തിലെ വൻ ഹിറ്റുകളിൽ ഒന്നായി മാറിയ കോമഡി ചിത്രമാണ് തെങ്കാശിപ്പട്ടണം. റാഫി മെക്കാർട്ടിൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചത് നടൻ ലാലായിരുന്നു. സുരേഷ് ഗോപി, ലാൽ, ദിലീപ്, കാവ്യമാധവൻ, സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ് എന്നിങ്ങനെ വലിയ താരനിരയാണ് ചിത്രത്തിൽ അണിനിരുന്നത്. ഇപ്പോഴത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് പ്രമുഖ കലാസംവിധായകനായ ബോബൻ. തെങ്കാശിപ്പട്ടണം ഹിറ്റാവുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ലെന്നാണ് ബോബൻ വ്യക്തമാക്കിയത്. ബോബന്റെ വാക്കുകളിൽ ഇങ്ങനെ: തെങ്കാശിപ്പട്ടണം ഹിറ്റാവുമെന്ന് എനിക്കോ അതിന്റെ സംവിധായകർക്കോ പ്രൊഡ്യൂസർക്കോ അതിൽ അഭിനയിച്ചവർക്കോ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആ രീതിയിലായിരുന്നു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ദിലീപ് ഇടയ്ക്കിടെ പറയുമായിരുന്നു, അവർക്കെല്ലാം നല്ല വേഷം, എനിക്കില്ല എന്നൊക്കെ. സുരേഷ് ഏട്ടൻ അന്ന് അത്ര വലിയ മാർക്കറ്റുള്ള സ്റ്റാർ ആയിരുന്നില്ല. എങ്കിലും ആ സെറ്റ് നല്ല രസമായിരുന്നു. പശുവിനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പശുവിനെ ഉണ്ടാക്കി. എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതിന്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലല്ലോ സിനിമ. ആ സീനായിരുന്നു ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത്. ദിലീപും സലിംകുമാറാണ് ആ സീനിൽ ഏറ്റവും അധികം എതിർത്തത് ഞാനായിരുന്നു. തെങ്കാശിപ്പട്ടണം എടുക്കുമ്പോൾ ഓടുമെന്ന് നമുക്കും വലിയ പ്രതീക്ഷയില്ലായിരുന്നു. അന്ന് ഏതാണ്ട് ഒരു 6.5-7 രൂപയ്ക്ക് അടുത്ത് സെറ്റിന് മാത്രം ചിലവ് വന്നിരുന്നു. ഈ 7 രൂപ എന്റെ കയ്യിൽ കൊണ്ട് തരുമ്പോഴേക്കും ലാലേട്ടൻ എന്നോട് പറഞ്ഞ വാക്കുകളുണ്ട്: എന്റെ വീട് പണയം വെച്ചിട്ടാണ് ഞാൻ ഈ പൈസ സെറ്റിടാൻ തന്നത്. ഒരുപക്ഷെ ഈ പടം ഓടിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവും, റോഡിൽ കിടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഈ സിനിമയിൽ നിന്ന് ലാലേട്ടൻ ലാഭത്തിന്റെ ലാഭവും ഒക്കെ കിട്ടിയിരുന്നു. ദിലീപ് ഇങ്ങനെ പലവട്ടം പറഞ്ഞിരുന്നു, എനിക്ക് ഒന്നുമില്ല, ഇതിൽ അവർ തമ്മിലാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. പടത്തിന്റെ 250-ാം ദിവസത്തെ ആഘോഷവേളയിൽ ഞാൻ ദിലീപിനോട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അന്ന് പക്ഷേ ദിലീപ് എന്നോട് സമ്മതിച്ചു. ശരിക്കും ദിലീപിന്റെ കയ്യിലൂടെയായിരുന്നു ആ സിനിമ പോകുന്നത്. അതേസമയം ഇന്നും ദിലീപ് തന്റെ സിനിമാ തിരക്കുകളിലാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി, ബബ്ബ അടക്കമുള്ള ദിലീപിന്റെ വരാനിരിക്കുന്ന പ്രൊജക്ടുകളാണ് ദിലീപ് സിനിമാ പ്രേമിയുടെ പ്രതീക്ഷ. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബബ്ബ. സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നൂറിൻ ഷെരീഫും ഭർത്താവ് ഫാഹിം സഫറും ചേർന്നാണ്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാണ്. വിനീത് ശ്രീനിവാസന്റെ സംവിധാന സഹായിയായി നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് ബബ്ബയുടെ സംവിധായകൻ ധനഞ്ജയ് ശങ്കർ.